بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 218 സൂറത്തുൽ അസ്റാണ് ഇതിലെടുക്കുന്നത്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതിലുള്ള ആയത്തുകൾ വെറും 3 ആയത്തുകൾ മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അങ്ങനെ 3 ആയത്തുകളാണ് ഇതിലുള്ളത്. വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. കാലം, അസ്ർ, സമാന്, കാലത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ്. വൽ അസ്ർ ഇന്നൽ എന്നാണ് സത്യം ചെയ്തിട്ട് പറയുന്നത്. എന്താ? ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലഫീ ഖുസ്ർ, വളരെ നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ തന്നെയാണ് മനുഷ്യൻ. എന്താണ് മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയാൻ കാരണം, മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ഒരു നിലയിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ ജീവിക്കുന്നില്ല. അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ നഷ്ടപ്പെട്ടവനാണ്. എല്ലാ നിലയിലും നഷ്ടമാണ് മനുഷ്യനുള്ളത്. എന്നാൽ 4 വിഭാഗം ആളുകളെ അള്ളാഹു പറയുന്നുണ്ട്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ. മനുഷ്യന്റെ എല്ലാം നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് 4 വിഭാഗം ആളുകളെ എണ്ണി പറയുന്നുണ്ട് ഈ 3-ാമത്തെ ആയത്തിൽ. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ. വഅമിലുസ് സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു, അങ്ങനെയുള്ളവരും ഒഴികെ. പിന്നെ വതവാസൗ, വതവാസൗ, വതവാസൗ എന്നല്ല, വതവാസൗ, തവാസൗ ഒരു വാക്കാണ്. തവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് അവർ ഉപദേശിക്കുന്നു. അവർ പരസ്പരം ഉപദേശിക്കുന്നുണ്ട് സത്യം കൊണ്ട്. സത്യം പറയാൻ പാടുള്ളൂ. സത്യമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ആ സത്യം കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുക. പിന്നെ വതവാസൗ ബിസ്സബ്ർ, അവർ ക്ഷമ കൊണ്ടും ഉപദേശിക്കുക പരസ്പരം. നമ്മൾക്ക് ക്ഷമിക്കേണ്ട പല രംഗങ്ങളുണ്ട്. ഈ രംഗങ്ങളൊക്കെ നമ്മൾ കൈവിടാതെ ക്ഷമിക്കുകയും സത്യം കൊണ്ട് മാത്രം സത്യമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുകൊണ്ടും ഉപദേശിക്കുകയും, ഈ ഉപദേശം പരസ്പരം ഉപദേശിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വിശ്വസിക്കുകയും, അല്ലാഹുവിൽ വിശ്വസിക്കുക, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുക. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സൽക്കർമ്മങ്ങൾ? നല്ലതായ കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് നല്ലതായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ കൂടുതലായി ചെയ്യേണ്ടത് സത്യം കൊണ്ട് ഉപദേശിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുക. ഇങ്ങനെ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ നഷ്ടപ്പെട്ടവനിൽ പെട്ടവനല്ല, അവൻ വിജയിച്ചവനിൽ പെട്ടവനാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക്, ഈ സൂറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് അള്ളാഹു സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. സത്യം ചെയ്യുക എന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് അള്ളാഹു സത്യം ചെയ്താലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ടേ സത്യം ചെയ്യുള്ളൂ. അള്ളാഹുവിന് സത്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെയാണ് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യന് സത്യം ചെയ്യാൻ അള്ളാഹുവിനെയാണ് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ സൃഷ്ടികൾക്ക്. എന്നാൽ
അള്ളാഹുവിന് സൃഷ്ടികളെ കൊണ്ടും എല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഏത് സാധനങ്ങളെ കൊണ്ടും സത്യം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ കാലത്തെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനാണ് മനുഷ്യൻ. പക്ഷേ 4 തരം ആളുകൾ ശരിയായ വിശ്വാസം ഉള്ള, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, സത്യം കൊണ്ട് ഉപദേശിക്കുന്ന, ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്ന, പരസ്പരം ഉപദേശിക്കുന്ന 4 ഗുണങ്ങളുള്ള ആളുകൾ നഷ്ടപ്പെട്ടവരല്ല എന്നാണ് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും പെടുത്തിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സൂറത്തും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാ സൂറത്തുകളും ആയത്തുകളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിലാണ് നമ്മളുടെ വിജയം. അള്ളാഹു നാം ഏവരെയും വിജയിപ്പിക്കട്ടെ. സ്വർഗത്തിൽ നമ്മൾ ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഖുർആന്റെ നൂറ് നമുക്ക് എപ്പോഴും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.